അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളിച്ചേതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മെ ദൈവമക്കൾ ആക്കാമെന്ന വാഗ്ദാനമാണ് ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ ഇത് വ്യവസ്ഥ പ്രകാരം മാത്രമേ നമുക്ക് പ്രാപിക്കുവാൻ കഴിയൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്നാണത്. നാം ദൈവമക്കൾ ആയിത്തീർന്നാൽ നിത്യജീവൻ തരാം എന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ സമൃദ്ധിയായ ജീവൻ നമുക്ക് തരാമെന്ന വാഗ്ദത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദാനം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് എന്തെല്ലാമാണോ ആവശ്യമായിരിക്കുന്നത് അതെല്ലാം തരാം എന്നതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. അതായത് ആത്മീയമായും ഭൗതികമായും നമുക്കെന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കർത്താവ് നമുക്ക് തരും എന്നതാണ് ആ വാഗ്ദാനം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഇവിടെ മോശയ്ക്ക് സ്വസ്ഥത കൊടുക്കും എന്നാണ് മോശയ്ക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇനിയും അവസരമുണ്ട് എന്നാണ് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ കർത്താവ് നമുക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥത വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കുറച്ചൊന്നുമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ എന്ന് നാം കേട്ടുവല്ലോ. വാക്ക് പാലിക്കുവാൻ കഴിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് സൗജന്യമായാണ് എങ്കിലും അത് നമുക്ക് തരുന്നതിനായി യേശുവിന് തൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിയേണ്ടി വന്നു. നമ്മുടെ പാപവും അതിൻ്റെ ഫലമായി വന്ന ശാപവും യേശുവിൻ്റെ മേൽ പിതാവ് ചുമത്തിയതിനാൽ യേശു കർത്താവ് ശാപഗ്രസ്തനും പാപിയുമായി തീരേണ്ടി വന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചത്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു അനുഭവിച്ചതിനാൽ യേശുവിൻ്റെ രക്തം മുഖാന്തരം നമുക്ക് പാപമോചനവും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള പദവിയും നിത്യജീവനും ലഭിക്കും എന്ന വാഗ്ദാനം ലഭിച്ചു. ഈ വലിയ രക്ഷയും ദൈവം തന്നിട്ടുള്ള വാഗ്ദാനങ്ങളും കരസ്ഥമാക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്തി നാം അതുപോലെ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെല്ലാം ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായും നാം നമ്മുടെ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തെല്ലാം ആകുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞാലാണല്ലോ അപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ശുദ്ധീകരണം കൂടാതെ നമുക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാക്കുവാനോ കഴിയുകയില്ല. ശാപം വരുത്തുന്ന അനുസരണക്കേടോ പാപമോ നമ്മിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മോടുകൂടെ വസിക്കുവാൻ കഴിയുകയില്ല എന്ന് യോശുവ 7-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധർ ആകുവിൻ എന്ന് ലേവ്യ പുസ്തകം 11-ാം അധ്യായം 45-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹിഷ്ണുത നമുക്കില്ലാതെ പോയാൽ നമുക്ക് ആരോടും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ആരോടും കരുണ കാണിക്കുവാൻ കഴിയാതെ പോകും.
നാം ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മോടും ക്ഷമിക്കുകയില്ല. നാം കരുണ കാണിച്ചില്ലെങ്കിൽ നമ്മോടും കരുണ കാണിക്കുകയില്ല. കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നല്ലേ നാം കർത്തൃ പ്രാർത്ഥനയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം നാം ക്ഷമിച്ചില്ലെങ്കിൽ നമ്മോട് ക്ഷമിക്കരുത് എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. സഹിഷ്ണുതയും ക്ഷമയും വളരെ സാമ്യമുള്ളതാണ്. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചതും നമ്മോട് കൽപ്പിക്കുന്നതും. പത്രോസിനോട് കർത്താവ് പറഞ്ഞത് 70 വട്ടം ക്ഷമിക്കണം എന്നാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നമ്മോടും ചെയ്യും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളുടെ തെറ്റുകളെയും ക്ഷമിക്കുകയില്ല എന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊന്നും മനുഷ്യർക്ക് കഴിയുകയില്ല എന്ന് യേശുവിനറിയാം. അതുകൊണ്ടാണ് ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത്. ഉയരത്തിലെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമുക്ക് ഓക്സിജൻ ശ്വസിക്കുന്നതിന് അല്പം പോലും പ്രയാസം ഇല്ലാതിരിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് അല്പം പോലും പ്രയാസം നേരിടുകയില്ല. നാം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടമാകുന്നത് കർത്താവ് തന്ന വാഗ്ദാനങ്ങളാണ് എന്ന് നാം ഓർക്കണം. ദൈവം നമുക്ക് വാഗ്ദാനം തന്ന ദൈവത്തിൻ്റെ സ്വസ്ഥത നാം നഷ്ടപ്പെടുത്തിയാൽ ദൈവമകൻ അഥവാ ദൈവമകൾ എന്ന പദവി നഷ്ടപ്പെടുത്തിയാൽ സാത്താൻ്റെ മകൻ അഥവാ സാത്താൻ്റെ മകൾ എന്ന പദവിയും അസ്വസ്ഥതയും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സാത്താനെ ദൈവം നരകത്തിൽ തള്ളിക്കളയുമ്പോൾ അവൻ്റെ മക്കളും അവിടെ വീഴേണ്ടി വരും. നരകത്തിൽ രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല എന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആ മുന്നറിയിപ്പ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മുന്നറിയിപ്പുകൾ നാം അവഗണിക്കുവാൻ ഇടവരരുത്. ക്ഷമിക്കുക എന്നത് ചെറിയ കാര്യമല്ല. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ നമ്മുടെ ഹൃദയം ഇരുട്ടാക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ നിന്നും യേശുവിനെ പുറത്താക്കുവാനും സാത്താന് കഴിയാതെ പോകുന്നു. ഓർക്കുക, നല്ല ആലോചനക്കാരനായ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാലേ നല്ല ബുദ്ധി ഉപദേശം നമുക്ക് തരുവാൻ യേശുവിന് കഴിയുകയുള്ളൂ. യേശു നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനോ കരുണ കാണിക്കുവാനോ അല്പം പോലും പ്രയാസം ഉണ്ടാവുകയില്ല. തന്നെയുമല്ല, കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രം നാം ചെയ്യുകയും കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായി നാം അനുസരിക്കുകയും ചെയ്യും. അവൻ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറാതെ പോവുകയുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ വാഗ്ദാനങ്ങൾ യേശു നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യജീവന ആവശ്യമായ വാഗ്ദാനങ്ങളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ നന്മകൾ നമ്മുടെ പാപങ്ങൾ മൂലം മാത്രമേ നഷ്ടമാവുകയുള്ളൂ. അത് നഷ്ടമാകാതിരിക്കുവാൻ നിശ്ചയമായും നമുക്ക് സഹിഷ്ണുത അത്യാവശ്യമാണ്. സഹിഷ്ണുത നമുക്ക് ഉണ്ടെങ്കിൽ സാത്താന് നമ്മെ വഞ്ചിച്ച് നാശത്തിലെത്തിക്കുവാൻ കഴിയാതെ പോകുന്നു. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിപ്പെടുവാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. നാം കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ്റെ വചനം അനുസരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ സാത്താൻ അവൻ്റെ സകല ആയുധങ്ങളുമായി നമ്മെ വിട്ട് ഓടിപ്പോകും. ദൈവാത്മാവിനാൽ നമുക്ക് നല്ല സഹിഷ്ണുത ഉണ്ടാവുകയും ചെയ്യും. ആയതിനാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാവരോടും സമാധാനം ആചരിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും അങ്ങയുടെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാനും അങ്ങനെ നിത്യജീവനാവകാശികളായി തീരുവാനും പൂർണ്ണ സഹിഷ്ണുത തന്ന് അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.